മോഹൻലാൽ പ്രിയദർശന്റെയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഒപ്പം. സമീപകാല പ്രിയദർശൻ ചിത്രങ്ങളിൽ നിന്നെല്ലാം കേമമാണ് ത്രില്ലർ സ്വഭാവമുള്ള ഈ ചിത്രം. റിലീസിന് മുമ്പേ പ്രിയദർശൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട സിനിമകളുമായി ഒന്നും ഒപ്പത്തിന് സാമ്യമില്ല. ഇതിനു മുമ്പും അന്ധനായ നായകന്മാരുടെ കഥ പറയുന്ന ചിത്രങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും ഒപ്പം അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. അന്ധനായ ജയരാമിനെ പൂർണ്ണതയിലെത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു. മോഹൻലാലിന്റെ കരിയറിലെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങൾക്കൊപ്പം ഇനി ഒപ്പത്തിലെ ജയരാമനും ഉണ്ടാകും. ഒരു കൊലപാതകമാണ് ചിത്രത്തിന്റെ കഥാതന്തു. അതിന് അന്ധനായ ജയരാമൻ സാക്ഷിയാകുന്നു. ജയരാമൻ പ്രതിയായി മുദ്രകുത്തപ്പെടുന്നു. ഇതിന്റെ ചുരുളഴിക്കലിലൂടെയാണ് ഒപ്പത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. പതിവ് ത്രില്ലറുകൾ പോലെ തന്നെ പതിഞ്ഞ താളത്തിലുള്ള തുടക്കം. പിന്നീട് പ്രേക്ഷകനെ വിരസതയിലാഴ്ത്താതെ ആകാംക്ഷയോടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചിത്രം പുരോഗമിക്കുന്നു. മോഹൻലാലിനൊപ്പം റിട്ടയർ ജഡ്ജിയായുള്ള നെടുമുടി വേണുവിന്റെ പ്രകടനവും മികച്ചു നിന്നു. ദൃശ്യത്തിലെ സഹദേവൻ എന്ന ഷാജോൺ കഥാപാത്രത്തെ അനുസ്മരിക്കുന്ന ക്രൂരൻ പോലീസ് ചെമ്പം വിനോദ് ഭംഗിയാക്കി. ഒപ്പത്തിലൂടെ വിമലരാമനും തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി. മീനാക്ഷി, കവിയൂർ പൊന്നമ്മ, നെടുമുടി വേണു, ഇന്നസെന്റ്, ബിനീഷ് കൊടിയേരി, അനുശ്രീ, മാമുക്കോയ, അജു വർഗീസ്, ബാലാജി, മണിക്കുട്ടൻ, രഞ്ജി പണിക്കർ തുടങ്ങിയ എല്ലാവരുടെയും പ്രകടനം മികച്ചു നിന്നു. ഒരു ക്രൈം ത്രില്ലർ മൂഡിലുള്ള ചിത്രത്തിന് പാകമാകുന്ന വിധത്തിലുള്ള ഫ്രെയിമുകൾ ഒരുക്കാൻ NK ഇഗംബരന് സാധിച്ചു. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദ്യകരമാണ്. കഥയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതം. പ്രിയദർശനൊപ്പം NG ശ്രീകുമാറിന്റെയും തിരിച്ചുവരവിനാണ് ചിത്രം വഴിയൊരുക്കിയിരിക്കുന്നത്. ഒരു ശക്തമായ തിരക്കഥയ്ക്കൊപ്പം പ്രിയദർശൻ കയ്യൊപ്പ് പതിഞ്ഞ മികച്ച ഒരു ത്രില്ലർ തന്നെയാണ് ഒപ്പം. പ്രേക്ഷകന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ഈ പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിന്.